എഫ്ലോയുടെ ചരമവാർഷിക ദിനാചരണം നടത്തി. നീണ്ടകര തീരദേശ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. ഗ്രന്ഥശാല വാർഷികം, പുസ്തക പ്രകാശനം എന്നിവയും നടന്നു. എഫ്ലോയി തീരദേശ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് കണ്ണാട്ടുകുടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ എഫ്ലോയിയുടെ 20ാമത് അനുസ്മരണവും ഗ്രന്ഥശാല വാർഷികവും സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഗ്രന്ഥശാല പ്രവർത്തക അനുശ്രീ രചിച്ച മൺചെരാത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. യുവസാഹിത്യ പ്രവർത്തകർക്കുള്ള എഫ്ലോയി പുരസ്കാരവും സമ്മാനിച്ചു. ഗ്രന്ഥശാല ബാലവേദി പ്രവർത്തകരിൽ SLCക്ക് ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഡൽഹി മുതൽ ഇന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുതൽ ഓരോ ഗ്രാമാന്തരങ്ങളിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, അങ്ങനെ പല മേഖലകളിലും പ്രൊഫഷണലുകൾ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു അധ്യാപകൻ തന്നെയായിരുന്നു ആദരണീയനായ എഫ്ലോയി സാർ. സാറ് ഈ സമൂഹത്തിൽ വന്നിട്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് അധ്യാപകനായി മാത്രം ഇരിക്കാതെ ഗ്രന്ഥശാല പ്രവർത്തനവും അതുപോലെ കുട്ടികളിലേക്ക് വിവിധങ്ങളായിട്ടുള്ള കലാസാഹിത്യ അതുപോലെ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തി ഒരു സാമൂഹ്യ പ്രവർത്തകനായി ശക്തമായി നിലനിന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അനുകരണീയമായിട്ടുള്ളൊരു മാതൃക തന്നെയാണ്. ഒരു വ്യക്തി ആ സമൂഹത്തിന് ചാർത്തുന്ന വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ അതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാലയവധിയിൽ മറന്നുപോയിരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസിഡന്റ് S. അജി അധ്യക്ഷത വഹിച്ചു. K. ലതീശൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എവിടെയെങ്കിലുമൊക്കെ ഒരു മനുഷ്യന്റെ വേദനയും ചിരിയും ചിന്തയും ഒക്കെ പൂത്തുലയുമ്പോൾ അവിടെ ചെന്ന് ഉപാധികൾ ഇല്ലാതെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജീവികളുടെ പേരാണ് മനുഷ്യർ. പക്ഷെ വർത്തമാനകാലത്ത് നമ്മൾ കൂട്ടം കൂടരുതെന്നും നമ്മൾ കവിത ചൊല്ലരുതെന്നും നമ്മൾ നാടകം കാണരുതെന്നും നമ്മൾ ഒരു കാരണവശാലും മുദ്രാവാക്യം വിളിക്കരുതെന്നും ഒരു പുതിയ കാലത്തിന്റെ സംഹിത തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഹിതയുടെ പേര് കമ്പോളം എന്നാണ്. ആ കമ്പോളം ഞാനും നിങ്ങളും അറിയാൻ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കറുപ്പ് ഒരു മോശം നിറമായി നമുക്ക് തോന്നുന്നത്. നമ്മളൊരു സെൽഫി എടുത്ത ഉടനെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നത് കറുപ്പിനെ കുറിച്ച് നമുക്കൊരു അധമബോധമുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിൽ ജനിച്ച 95% ആളുകളും കറുത്ത നിറക്കാരും തവിട്ട് നിറക്കാരുമാണ് എന്നിരിക്കെ കറുപ്പ് മോശം നിറമാണ് എന്ന് കമ്പോളം നമ്മളോട് പറയുന്നത് എണ്ണമറ്റ സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കൾ നമ്മുടെ മാർക്കറ്റിൽ ചെലവാകാനാണ്. തൊട്ട് തലേന്ന് രാത്രിയിൽ മുടിയിൽ സമൃദ്ധമായി കറുത്ത ഡൈ അടിച്ചിട്ട് കലാമണ്ഡലം സത്യഭാമൻ പറഞ്ഞു, RV രാമകൃഷ്ണൻ കൊള്ളാം, RV രാമകൃഷ്ണന്റെ ഡാൻസ് കൊള്ളാം, പക്ഷെ RV രാമകൃഷ്ണൻ കറുത്തവനാണ് എന്ന് പറയുകയുണ്ടായി. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ചെലുത്തി വിടുന്ന കമ്പോളത്തിന് നമ്മൾ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഗ്രന്ഥശാല വാർഷികത്തിന്റെ ഉദ്ഘാടനം നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ നിർവഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പുസ്തകം ഏറ്റുവാങ്ങി. സ്വപ്ന S. കുഴിത്തടത്തിൽ, ജോയി ആന്റണി, B. അനിൽകുമാർ, M. സുരേഷ്, അശോകൻ ശക്തികുളങ്ങര, KK അനിൽകുമാർ, വിശ്വനാഥൻ പിള്ള, അഡ്വക്കേറ്റ് NS ബൈജു, സുഭകൻ, N. ചന്ദ്രൻ, P. സതീഷ് കുമാർ, ശിവപ്രസാദ്, C. ദേവിദത്തൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.